മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശാന്റെ സ്മൃതി മണ്ഡപത്തിന്റെ പണി തുടങ്ങിയിട്ട് നാളുകളേറെയായി. അവിടെ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങളും മറ്റുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് സമുദ്രാവിഷൻ പകർത്തിയത്. കാളിദാസ തുല്യനായ മഹാകവി ആശാൻ സ്ക്വയർ നിർമ്മാണം തുടങ്ങിയിട്ട് നാളുകളേറെയാകുന്നു. കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായ സംഭാവനകളാണ് മഹാകവിയുടേത്. മാത്രമല്ല, മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് അദ്ദേഹം. സ്നേഹഗായകനെ പുത്തൻ തലമുറയ്ക്ക് അറിയാനും മനസ്സിലാക്കാനുമാണ് സ്മൃതി മണ്ഡപങ്ങളും സ്മാരകങ്ങളുമെല്ലാം നിർമ്മിക്കുന്നത്. എന്നാൽ കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് അഷ്ടമുടിക്കായലിന് മുഖാമുഖമായി ആശാൻ സ്ക്വയറിന്റെ പണി പാതി വഴിയിലായിട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ല. ഇന്നും പ്രിയ കവിയെ സ്മരിക്കാൻ ഒരുപിടി നല്ല കവിതകളും സംവാദങ്ങളുമെല്ലാം തന്നിട്ടാണ് മടക്കം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുത്തൻ തലമുറയിലെ കടന്നുകയറ്റം കാരണം അവർക്ക് മഹാന്മാരായ പ്രതിഭകളെ അറിയാൻ ഇത്തരം സ്മൃതി മണ്ഡപങ്ങൾ സംരക്ഷിച്ചേ മതിയാകൂ. ഈ ആശാൻ സ്മാരകം പണി തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 4-5 വർഷത്തോളം ആകുന്നു എന്ന് തോന്നുന്നു. നാടിന് ഏറ്റവും നല്ലൊരു കാര്യവും നാട്ടുകാർക്കൊക്കെ സമർപ്പിക്കേണ്ട ഒരു മണ്ഡപം ഇങ്ങനെ കിടന്ന് അനാഥപ്പെട്ടു പോവുകയും അതുപോലെ തന്നെ വളരെയേറെ വേസ്റ്റും അല്ലാതുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുക. നമുക്കറിയാം, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ഒരു വ്യക്തിത്വത്തിനെ അധിക്ഷേപിക്കുന്നതിന് അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു സ്മൃതി മണ്ഡപം. അതിനെക്കുറിച്ച് നാട്ടുകാരനെന്ന നിലയിൽ എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഇതിപ്പോൾ നടക്കുന്നത് വെച്ചാൽ ഇവിടെ അരാജകത്ത് നടക്കുന്നത് വെച്ചാൽ ഇവിടെ കുറേ ആൾക്കാർ വന്ന് മദ്യപിക്കുക, അല്ലെങ്കിൽ കഞ്ചാവ് MDMA ഉപയോഗിക്കുക, പിന്നെ മാടുകൾ അറക്കുക. സത്യത്തിൽ ഇത് കുറേ നാൾ കൊണ്ട് പുരോഗമനപ്പെടം നടക്കുന്ന പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഓപ്പണായിട്ട് ഇട്ടോക്കുക. ഇവിടെ ആരൊക്കെ വന്ന് താമസിക്കുന്നു, ആരൊക്കെ വന്ന് ഇവിടെ കിടക്കുന്നു. ഇവിടെ തന്നെ കുറേ പിള്ളേർ, കുറേ ചെറുപ്പക്കാർ, ഞങ്ങളുടെ ഈ കുമാരനാശൊക്കെ കുറേ വർഷം മുമ്പ് ജീവിച്ചവരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോലും അറിയാത്ത കുറേ സാധനങ്ങൾ ഇവിടെ ഈ പിള്ളേർ ഉപയോഗിച്ചിട്ട് കിടക്കുന്നത്. തൊട്ടടുത്ത് ചാടി കയറുക, പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക, അതൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഇത്. ഈ കോർപ്പറേഷൻ മേയറെന്ന നിലയിൽ അല്ലെങ്കിൽ മുകേഷ് ഞങ്ങളുടെ MLA പോലും അറിയുന്നില്ല പറഞ്ഞത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ കിടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം. ഇതിലെത്ര അതോ നിങ്ങൾ നോക്കിയോ, ആ കാണുന്ന കടയിൽ നിന്നാണ് മദ്യപിച്ച് ഇവിടെ വരുന്നത്. ഇതൊക്കെ നമ്മളെ ഗവൺമെൻറ് അല്ല പോലീസ് അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേഷനിലും വിളിച്ച് പറയും, MDMA ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ മയക്കും ഉപയോഗിക്കുന്നവരും ഞങ്ങളുടെ പോലീസ് എപ്പോഴും കൂടെ ഉണ്ട്. പോലീസിനെ എപ്പോഴും വിളിക്കുക. ഞങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം വിളിച്ചുകൊണ്ട് പോലീസൊന്നും ആ സമയത്ത് വന്നിട്ടില്ല. എക്സൈസ് തൊട്ടടുത്ത് കിടക്കുക, ക്രൈംബ്രാഞ്ച് തൊട്ടടുത്ത് കിടക്കുക. ഇവിടെ പുള്ളിക്കടയിൽ ഒരുപാട് മദ്യക്കച്ചവടമുണ്ട്. ഈ അപ്പുറത്തെ കോളനിൽ ഒരു പോലീസും വരുന്നില്ല മേഡം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടും അരാജകം. ഇനിയുള്ള തലമുറ ഞങ്ങൾക്ക് വിഷമമുള്ളത്. ഞങ്ങളെ കൂലിപ്പണി, എൻ്റെ അപ്പനൊക്കെ വലിയ കൂലിപ്പണിക്കാരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു വിഷമമുണ്ട് ഇനിയുള്ള തലമുറകളിൽ. അത് ഗവൺമെൻറ് സപ്പോർട്ടില്ല, ചീത്തയായി പോകുന്നതിൽ വലിയ വിഷമമുണ്ട്. അതിൽ ഇനി വലിയ കൂടുതലും പറയാനൊന്നുമില്ല. അതിപ്പം മേഡം ഇവിടെ ഒരു അരമണിക്കൂർ നിന്നോ ആരൊക്കെ വരുന്നത്, ഇവിടെ ആരൊക്കെ വന്ന് മദ്യം കഴിക്കുന്നത്, അല്ലെ മയക്കുമരുന്ന് കഴിക്കുന്നത്. മദ്യം കഴിക്കുന്ന പോട്ട് മയക്കുമരുന്ന് കഴിച്ച് ഇവിടെ കാണിക്കുന്ന വേലകൾ, അതൊക്കെ ഒരു വലിയ വിഷമം. ഇനി വരുന്ന തലമുറകളൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ തലമുറയെ വിശ്വസിക്കുന്ന അതൊരു വലിയ വിഷമമാണ്. വികസനത്തിനും മോണമെന്റ് സംരക്ഷണത്തിനുമെല്ലാം ബജറ്റിൽ കോടികൾ നീക്കിവെക്കുന്നു. എന്നാൽ ഒന്നും തലമുറയ്ക്ക് വിനിയോഗിക്കാൻ തക്കവണ്ണം നാടിന് സമർപ്പിക്കുകയുമില്ല. ആരുടെ അനാസ്ഥയാണ് ഈ സ്ഥലം ചൂതാട്ട കേന്ദ്രവും സാമൂഹ്യ വിരുദ്ധന്മാരുടെ സ്വൈരവിഹാര കേന്ദ്രവുമായി മാറിയത്? ഇങ്ങനെയാണോ കൊല്ലത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടത്? നാടിന്റെയും നാഗരികതയുടെയും കയ്യൊപ്പ് ചാർത്തേണ്ട ഇത്തരം മഹത് വ്യക്തിത്വങ്ങളുടെ ഓർമ്മകൾ എന്തിനാണ് നശിപ്പിക്കുന്നത്? ആരാണിതിന് ഉത്തരവാദികൾ? പുത്തൻ തലമുറയ്ക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുക്കാൻ ഇത്തരം സ്മാരകങ്ങൾക്ക് കഴിയും. പക്ഷെ ബന്ധപ്പെട്ട അധികാരികൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് മൂലമാണ് മറ്റുള്ളവർക്ക് അത് ഉപയോഗശൂന്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ദുരവസ്ഥ അധികാരികൾ കണ്ടില്ലെന്ന് വെക്കരുത്. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രാവിഷൻ.